एनडी सूरतगढ़े अखिल केरला धीवरा सभा ने जीविका और जीवन के प्रगति और प्रकृति के संतुलन का उत्तम उदाहरण पेश किया है। आप सभी भारतीय दर्शन और विचारों को जीते हैं। आप सभी प्रकृति को एक ही दिव्य चैतन्य का हिस्सा बताते हैं। दुनिया जब नदियों को, पानी को, समुद्र को केवल एक संसाधन मानती है, धीवरा समाज समुद्र को अम्मा मानता है। പ്രിയപ്പെട്ടവരെ, അഖില കേരള ധീവരസഭ എന്നത് ഉപജീവനവും ജീവനവും തമ്മിലുള്ള പുരോഗതിയും സംസ്കൃതിയും തമ്മിലുള്ള സന്തുലിതമായ സമ്മേളനത്തിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ഭാരതീയ ദർശനങ്ങളെയും ചിന്താ പദ്ധതികളുടെയും സജീവമായ ഉദാഹരണമാണ്. നിങ്ങൾ ഈ പ്രകൃതിയെ ഒരേ ഒരു മഹത്തായ ദിവ്യ ചൈതന്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. നദികളെയും വെള്ളത്തെയും സമുദ്രത്തെയും ഒക്കെ മറ്റുള്ളവർ വെറും വിഭവങ്ങളായി കാണുമ്പോൾ ധീവര സമൂഹം അവയെ അമ്മയായാണ് കണക്കാക്കുന്നത്. एनडी सूरतगढ़े समुद्र की रक्षा की कामना, उसके लिए श्री कुरुम्बा देवी की पूजा, श्री कुरुम्बा मंदिरों के संरक्षण के लिए आपके प्रयास, ये दिखाता है कि भारत सदियों से प्रकृति और पर्यावरण के लिए कितना संवेदनशील रहा है। आप अपनी परंपरा को भगवान व्यास से भी जोड़ते हैं, यानी आपकी परंपरा भारत के इतिहास का अहम हिस्सा है। इस धरती के महान गौरव को संजो कर रखने के लिए मैं आप सबकी हृदय से बहुत बहुत सराहना करता हूं. സമുദ്രത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം, അതിനായി കുറുംബദേവിയുടെ പൂജ, ശ്രീ കുറുംബക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രയത്നം, ഇവയൊക്കെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ഭാരതം നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ ഭഗവാൻ വേദവ്യാസനുമായാണ് ചേർത്ത് വെക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പാരമ്പര്യം എന്നത് ഭാരതത്തിന്റെ ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ മണ്ണിനെ മഹത്വമുള്ളതായി കരുതി സംരക്ഷിക്കുന്നതിന് നിങ്ങളേവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. एनडी सूरतगढ़े कोची केरलम के इतिहास में सामाजिक परिवर्तनम की पवित्र भूमि रही। पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തില് കൊച്ചി എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്വാഭിമാന ബോധത്തിന്റെ, അവകാശ പോരാട്ടത്തിന്റെ ഒക്കെ ശബ്ദമുയർത്തിയത്. അതേ വികാരമാണ് ഇന്നും സജീവമായി ധീവരസഭ നിലനിർത്തുന്നത്. ഈ അവസരത്തിൽ ഞാൻ ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അമ്മയുടെ ജീവിതം എന്നുള്ളത് നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി ഞാൻ കരുതുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.